നമസ്കാരം. ന്യൂസ് 18 കേരളത്തിന്റെ ഡിന്നർ വിത്ത് കാൻഡിഡേറ്റ്സിലേക്ക് സ്വാഗതം. ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയ്ക്ക് 3 സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് കിട്ടുക, അതും ഒരല്പം ഭക്ഷണം കഴിക്കാൻ എന്നുള്ള ഒരു വിശ്രമ സമയത്ത് എന്നുള്ളത് വളരെ പാടുപെട്ട കാര്യമാണ്. ഏതായാലും അങ്ങനെ ഒരു സമയമാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും നമുക്കൊപ്പം വളരെ ചുരുങ്ങിയ സമയത്തേക്ക് നമുക്കൊപ്പം ഉണ്ടാകും. എല്ലാവർക്കും സ്വാഗതം ഡിന്നർ വിത്ത് കാൻഡിഡേറ്റ്സിലേക്ക്. വലിയ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഒക്കെ വിളിച്ചു വരുത്തുന്നതിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. ഞാൻ അതിനൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇതിൽ പരിപാടിയിലേക്ക് കിടക്കുന്നത്. അപ്പോഴും പ്രചാരണം ഇപ്പോൾ ഇനിയിപ്പം ഒരു 3 ആഴ്ച കഷ്ടി ഏത് ഘട്ടത്തിലെത്തി? എത്രത്തോളം ഒരു കോൺഫിഡൻസ് ലെവലായി LDF സ്ഥാനാർത്ഥിയിൽ തന്നെ തുടങ്ങുമ്പോൾ? ഭക്ഷണം കഴിക്കുന്ന വ്യാജേനയാണ് വിളിച്ചത്. കഴിക്കുന്ന രീതിയിൽ ക്യാമറ നമ്മള് കല്യാണ വീടുകളിൽ പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ ഫോട്ടോഗ്രാഫർ ക്യാമറാമാൻ വന്ന് ഈ ഭക്ഷണം കഴിക്കുന്നത് ഏത് സൗമ്യനായിട്ടുള്ള ആള് ഭക്ഷണം കഴിച്ചാലും വളരെ വികൃതമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് അവിടെ ഭക്ഷണം കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ ഇങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏകദേശം ഭക്ഷണം കഴിക്കലൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? ഭക്ഷണം കഴിക്കല് നമ്മള് പേരിന് ഇപ്പൊ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു എനിക്ക് എൻ്റെ ഒരു ഭക്ഷണം കഴിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ വീട്ടിൽ പോയി 16 കല്യാണം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം സമയം പോകുന്നുള്ളതുകൊണ്ട്. അവസാനം വീട്ടിൽ പോയി എനിക്ക് കുളിച്ച് വീട്ടില് സമാധാനമായിട്ട് ഇരുന്ന് കഴിച്ചാലേ കഴിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ പേരിന് കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ. രാഷ്ട്രീയം അല്ലാണ്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഡിന്നറിന് കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? ഡിന്നറിന് ചോറ് കഴിക്കാറില്ല, ബാക്കി എന്തും കഴിക്കും. ചപ്പാത്തി, അപ്പം, ദോശ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കും. ഇടയ്ക്ക് സാറിന്റെ ഇഷ്ടപൂർവമായ കഞ്ഞി. നമ്മളിപ്പോൾ ഡൽഹിയിൽ ഞാൻ NSUI പ്രസിഡന്റ് ഒക്കെ ആയിരുന്നപ്പോൾ കൂടുതൽ കേരള ഹൗസിൽ കഞ്ഞി കിട്ടും, നല്ല കഞ്ഞി. പിന്നെ എനിക്ക് പൊടിയേരിയാണ് ഇഷ്ടം. പൊടിയേരി ആകുമ്പോൾ ക്ലേശഘടകങ്ങൾ കുറവാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് കാളി ഇടയ്ക്ക്. ചോറ് സാധാരണ ചോറ് ഒഴിവാക്കും, കൂടുതലും മറ്റു ഫോംസിലുള്ള ഭക്ഷണം. ഞാൻ നോൺ വെജ് നന്നായി കഴിക്കും കൂടുതൽ ദിവസങ്ങൾ. എനിക്ക് അങ്ങനെ ഈ രാത്രി ഇപ്പൊ ബിരിയാണി കിട്ടി, ചിലപ്പോൾ രാത്രി 12 മണിക്കാണെങ്കിൽ ചിലപ്പോൾ ബിരിയാണി കഴിക്കാം. ബിരിയാണിയോട് ഒരു പ്രത്യേകത. ബിരിയാണി ടീച്ചർക്ക് നല്ല വിശപ്പുണ്ടല്ലോ. ഞാൻ പറഞ്ഞതിന്റെ എക്സെപ്ഷൻ ടീച്ചർ മാത്രം. ടീച്ചർക്ക് പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഓഫറിൽ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഒരു നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? എങ്ങനെയാണ്? നന്നായിട്ട് എക്സസൈസ് ചെയ്യും? വായോട് ചെയ്യുന്ന എക്സസൈസിനേക്കാൾ ഇരട്ടി അല്ല, സാധാരണ നമ്മള് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകർ. ഡിബേറ്റുകളിൽ ഒരു ഫയർ ബ്രാൻഡ് ആണ്, എനിക്ക് നേരിട്ടറിയാം. ഞാൻ എടുത്തപ്പോഴും ഞാൻ ഭക്ഷണത്തെ സംബന്ധിച്ച് എനിക്ക് ഭക്ഷണം ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അത് ആ കൃത്യസമയത്ത്, പ്രത്യേകിച്ച് ഈ സ്കൂളിലൊക്കെ ബെല്ലടിക്കണ സമയമുണ്ടല്ലോ, ആ ബെല്ല് കേട്ടാൽ പിന്നെ ഒരു രക്ഷയില്ല. അപ്പം അതുപോലെ തന്നെ ആ സമയം ഇപ്പോൾ കൗൺസിലാണെങ്കിലും MP സൂചിപ്പിച്ചതുപോലെ 1 മണിയൊക്കെ വരെയൊക്കെ പിടിച്ചു നിൽക്കും. 12:30 ഞങ്ങളുടെ സ്കൂൾ ടൈം. 1 മണി വരെ പിടിച്ചു നിൽക്കും. പിന്നെ നീണ്ടുപോയൊരു 2 മണി. ടീച്ചർ സൂപ്പ് തീർത്തു. ഞാൻ കഴിച്ചു. ഞാൻ വിശന്നിട്ട് വയ്യ. അപ്പോൾ 2 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബഹളം ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ അന്നൊക്കെ കോൺഗ്രസിൻ്റെ ചെയർമാൻമാരാണ്. അപ്പോൾ ടീച്ചർ എന്താ ഈ ബഹളം വയ്ക്കണത്? ഞാൻ പറയും എനിക്ക് വിശന്നിട്ട് വയ്യ, നമ്മളെന്തായാലും ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്ക്. നിങ്ങൾ പിന്നെ ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി പല അസുഖങ്ങളും വന്ന്. അപ്പോൾ ഞങ്ങളുടെ കൗൺസിലേഴ്സിൽ തന്നെ 2-3 പേര് ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വാദിക്കും. കണ്ടോ, ഇനി അതുപോലെ എല്ലാവർക്കും അവർക്കൊന്ന് വ്യാജമാണ്. അപ്പോൾ പിന്നെ നിവൃത്തി, അല്ലെങ്കിൽ എനിക്ക് ക്ഷമ കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് പോകും, വേഗം ഭക്ഷണം കഴിച്ച് തിരിച്ചു വരും. അപ്പോൾ പിന്നെ ഭക്ഷണം ഇന്നതൊന്നുമില്ല, എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ്. ഭക്ഷണം സാറിന് കൂടെ കഞ്ഞിയാണ് എന്ന് പറഞ്ഞു കൂടുതൽ ഇഷ്ടം. കഞ്ഞിയാണ് ഞാൻ പൊതുവേ ഇപ്പൊ നേരത്തെ ഹൈബി പറഞ്ഞ പോലെ തന്നെ ഇനി എത്ര വിവാഹത്തിന് എന്ത് പോയി ഒന്ന് അടുപ്പിച്ച് തരണെങ്കിൽ എല്ലാം വേണം. എനിക്ക് സദ്യ പൊതുവേ ഇഷ്ടമല്ല. സദ്യ ഇഷ്ടമല്ല. അപ്പൊ അത് കാരണം പായസം ഇഷ്ടമല്ല, പായസം അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ അത് കാരണം എന്താ വെച്ചാൽ എല്ലാ കല്യാണങ്ങൾക്കും പോയിട്ട്
ഞാൻ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. ചിലപ്പോൾ 2 മണിയായാലും വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്കിഷ്ടം. പൊതുവേ ഹോട്ടൽ ഭക്ഷണം ഇഷ്ടമല്ല. നിവൃത്തി കേടുകൊണ്ട് കഴിക്കും എന്നല്ലാതെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് അത്ര രുചികരമായിട്ട് തോന്നാറില്ല. അത്താഴമാണെങ്കിൽ വിശേഷിച്ച് ഈ പറഞ്ഞ രീതിയിൽ സാറേ വിഷ് ഒരെണ്ണോട്ടേക്ക് ഈ പറഞ്ഞ രീതിയിൽ കഞ്ഞിയും പയറുമാണ്. അതിൻ്റെ ഒരു മാങ്ങ ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ വളരെ വിശേഷം. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ രാത്രി അത്ര വൈകി കഴിഞ്ഞാലും വീട്ടിൽ പോയിട്ട് അത് കഴിക്കും. അതാണ്. പിന്നെ ഞാൻ ഐ എം എ ഫിഷേറിയൻ, നോട്ട് എ നോൺ വെജിറ്റേറിയൻ. ഇറച്ചി ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം തന്നെ ഹൈവിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബിരിയാണി, നെയ്ച്ചോറ് ഇതൊന്നും എനിക്കത്ര, ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല, നെയ്ച്ചോറ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും കഴിച്ചിട്ടേ ഇല്ലെന്ന് ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. എനിക്കത് എന്താണെന്ന് അറിയാൻ പാടില്ല. അതിനോട് അത്ര കാരണം ചിക്കൻ കഴിക്കുന്നില്ലെങ്കിലും ഫിഷ് ചിക്കനില് പൊതുവെ ഇഷ്ടമല്ല എനിക്ക്. ഞാൻ ആ ഫിഷ് എന്ന് പറഞ്ഞ് കിട്ടിയ തക്കത്തിന് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചോദ്യം ചോദിക്കട്ടെ എംപിയോട് തന്നെ. തീരദേശ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇലക്ഷൻ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ എല്ലാ വിഷയങ്ങളും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടോ? തീരദേശ മേഖലയുമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമായ ചാലഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചോദിച്ച ചില ചാലഞ്ചസ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നുണ്ടാവും. ഞാൻ ഒരു കാര്യം ഓൺ റെക്കോർഡ് പറയാൻ സാധിക്കും. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, പ്രസംഗങ്ങൾ, സബ്മിഷനുകൾ ഈ കഴിഞ്ഞ 17ാം ലോക്സഭയിൽ ചോദിച്ച ഒരാളിനാണ്. ചോദ്യങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് എടുക്കാം, പ്രസംഗങ്ങളുടെ എണ്ണം എടുക്കാം. അത് CRZ മുതൽ തീരദേശത്ത് ചെല്ലാനം മുതൽ ചെറായി വരെ നീണ്ടു കിടക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ വിഷയം, കടലാക്രമണം, കടൽ വെട്ടി പുതുമുട്ട നിർമ്മാണം, ഇപ്പൊ നമ്മുടെ ഫിഷറീസ് ഹാർബറിന്റെ ആധുനികവൽക്കരണം, 169 കോടി രൂപ വർധന, 2 മാതൃകാ മത്സ്യഗ്രാമങ്ങൾ നായരമ്പലോ ചെല്ലാനം. അപ്പോൾ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തീരദേശത്തെ ജനങ്ങൾക്ക് ഇന്ന് അവർക്കുള്ള വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. കാരണം ഈ ഗ്ലോബൽ ക്ലൈമറ്റിക് ചേഞ്ചസ് സാറിന് കൂടുതൽ അറിയാൻ സാധിക്കും. ഫിഷ് ഫാമിൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരിക്കണം. മത്സ്യ വരൾച്ച. പരമ്പരാഗതമായി നമ്മൾ കഴിക്കുന്ന മത്സ്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇപ്പൊ ചാള നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ്, പക്ഷെ കിട്ടാൻ പാടായിപ്പോ. എന്ത് ചേഞ്ചസ് ഉണ്ടായാലും അത് കടലിലാണ്. അതിന്റെ കടല് കരയിലേക്ക് കയറി വരുന്നു. പ്രത്യേകിച്ച് കൊച്ചി 1 മീറ്റർ ബിലോ സീ ലെവലാണ് കൊച്ചിയുടെ ശാസ്ത്രം. അപ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാളികളെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ശാസ്ത്രീയമായ ഒരുപാട് ഇന്റർവെൻഷൻസ് വേണം. ഇനിയും കേന്ദ്ര സർക്കാരുകളുടെ സഹകരണത്തോടെ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കണം. തീരദേശത്ത് സംരക്ഷണം ഉണ്ടാവണം. അതിനൊരു ശാസ്ത്രീയമായ ഇടപെടൽ നടത്തണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇനി അത് പരിഹരിക്കപ്പെടണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വിഷയത്തിലും വ്യക്തമായ നിലപാട്, പാർട്ടിയുടെ നിലപാടും എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഈ കാലയളവിൽ ഉയർത്താൻ സാധിച്ചു. കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള പല ഏരിയകളുള്ള ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ്. സംസ്ഥാന സർക്കാർ കൂടി വിചാരിച്ചാലാണ് അതിനകത്തെ വിഷയങ്ങളാവുക. MP ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, സംസ്ഥാന സർക്കാർ കൂടി വിചാരിക്കണം. അങ്ങനെ അത്തരം എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും സ്ഥിരമായിട്ട് പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന, പ്രക്ഷോഭങ്ങൾ നടക്കുന്ന, വെള്ളക്കെട്ടും അല്ലെങ്കിൽ കടലാക്രമണമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരളവ് വരെയെങ്കിലും ആ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ അപർണ അവസാനം സൂചിപ്പിച്ച കടലാക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെല്ലാനം പോലുള്ള പ്രദേശത്ത് മഴക്കാലത്താണെങ്കിലും അല്ലാത്ത ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഉണ്ടാകുന്ന ഒരു റഫ് സീയുടെ ഭാഗമായിട്ട് അവരുടെ വീട് നഷ്ടപ്പെടുന്നു, വീട്ടുപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓടേണ്ടി വരുന്നു. അങ്ങനത്തെ വലിയ പ്രയാസം എപ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക്
ടെട്രോപോഡ് ഏതാണ്ട് 400 കോടിയോളം രൂപ ചെലവഴിച്ച് ഓൾറെഡി അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ നടക്കേണ്ടതുണ്ട്. അത് 1100 കോടി രൂപയോളം സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കാനിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം കോസ്റ്റൽ ഏരിയ നമുക്ക് ഏതാണ്ട് 600 കിലോമീറ്റർ ഉള്ള ഒരു പ്രദേശം മൊത്തത്തിൽ കേരളത്തിൽ. അപ്പോൾ അവിടെ കടലാക്രമണമുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് മാത്രം വിചാരിച്ചത് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. ഞാനിപ്പോൾ ഈ ഇലക്ഷൻ്റെ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലാനം പ്രദേശത്തും തീരപ്രദേശത്തും ഒക്കെ പോകുമ്പോൾ അവർ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കൂടി ഫണ്ട് ചോദിച്ചു വാങ്ങി ഇത് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയണം, അതിന് ജനപ്രതിനിധിയുള്ള രീതിയിൽ ശ്രമിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ചെല്ലാനത്തൊക്കെ അവർ വലിയ സന്തോഷത്തിലാണ്. സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി ഫണ്ടൊക്കെ ഉപയോഗിച്ച് വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ മത്സ്യമേഖലയിലുള്ള ആളുകളുടെ പുനർഗേഹം പദ്ധതി പ്രകാരം വീട് നഷ്ടപ്പെടുന്നവർക്ക് വീട്, മറ്റ് പഠന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, വിവാഹം പോലുള്ള അവസരങ്ങളിലുള്ള സൗകര്യങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ, പദ്ധതികൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രം പോരാ എന്ന് നമുക്കറിയാമല്ലോ. കേരളം എന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കോസ്റ്റൽ ഏരിയയിലൊക്കെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് നടത്തുന്നത് കേന്ദ്ര സർക്കാരാണെന്നൊരു കേന്ദ്രം പറയുന്ന ഒരു കാര്യമാണ്. അപ്പം കേന്ദ്രം അത് കൃത്യമായിട്ട് ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് എന്നൊരു അവകാശവാദം കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാവാറുണ്ടല്ലോ, മന്ത്രിമാരുടെ ഭാഗത്ത് നടക്കും. അല്ല, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതായ അവകാശവാദങ്ങൾ ഉന്നയിക്കും. പക്ഷെ ജനങ്ങൾക്കറിയാം ഏതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അപ്പം ഞാൻ സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത കാര്യവും അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സപ്പോർട്ട് ഇൻ ഫ്യൂച്ചർ കിട്ടേണ്ട കാര്യവുമാണ് ഞാൻ ഈ കാലത്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു നിർദ്ദേശം. കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സഹായം വേണമെന്ന്, അതിപ്പോൾ MP ആണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പോഴൊക്കെ ആണെങ്കിലും ആവശ്യപ്പെടുന്ന കാര്യം അതാണ്. കേന്ദ്ര സർക്കാർ തീരദേശ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ചെയ്തത് കേന്ദ്ര സർക്കാരാണെന്ന് കേന്ദ്രമന്ത്രിമാർ പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ പറയുന്ന ഒരു സ്ഥിതി. ഞാൻ ആ തീരദേശ മേഖല തന്നെ ഫോക്കസ് ചെയ്തു. അല്ല, മുന്നണികൾ എന്ത് പറഞ്ഞാലും ഒരു വസ്തുത വിശേഷിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫിഷറീസിന് ഒരു വകുപ്പ് രൂപീകൃതമായത് മോഡി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതുവരെ ഫിഷറീസ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഫിഷറീസിന് സെപ്പറേറ്റ് ഇതില്ല. ഫിഷറീസിനൊരു സെപ്പറേറ്റ് വകുപ്പ് വന്ന് അതിനൊരു മന്ത്രി വന്ന് ഒരു സഹമന്ത്രിയോ ഉപമന്ത്രിയോ സഹമന്ത്രി വന്നു. മാത്രവുമല്ല, അതിന് വിവിധ സ്കീമുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി പറയുന്നൊരു കാര്യം, ഇന്ന് ഫിഷറീസ് മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ലഭിക്കുന്ന വരുമാനം ഇരട്ടിയാക്കി മാറ്റുക എന്ന നിലക്കാണ്. അതിനുവേണ്ടി കുറേ സ്കീംസൊക്കെ ഉണ്ടാക്കി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത ഒരനുഭവം എനിക്കുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു മീൻപിടുത്തക്കാരനായിട്ട് ജീവിതം ആരംഭിച്ച ഒരാളാണ്. ഇവർക്കൊക്കെ പുറത്ത് നിന്ന് നോക്കി കണ്ടുള്ള പരിചയമുള്ളൂ, എനിക്കതിനകത്തിറങ്ങിയുള്ള പരിചയമുണ്ട്. ഇത് അവരുടെ ജീവിതം ഇത്രയേറെ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നൊരു വിഭാഗം വേറെയില്ല. നമ്മുടെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം വളരെ നെഗ്ലക്റ്റ് ചെയ്യപ്പെടാറുണ്ട്. പലരും അതായത് മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ കാരണം മുന്നണികൾ ഒന്നും ചെയ്യുന്നില്ല. അല്ല, അങ്ങനെയല്ല. അതൊരു വെറും രാഷ്ട്രീയം അല്ല, അങ്ങനെയല്ല പറയുന്നത്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരല്ലേ. ഞാൻ പറയുന്ന രാഷ്ട്രീയമല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 70 കൊല്ലമായിട്ട് നമുക്ക് കേന്ദ്രത്തിൽ ഒരു ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഒരു നെഗ്ലിജൻസ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, എന്ന് കാറും കോളും വന്നു കഴിഞ്ഞാലും നിങ്ങൾ TV ഒരു സാധനം എഴുതി കാണിക്കും. എന്താണ്? മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. അവരെങ്ങനെ ജീവിക്കും? നിങ്ങളാരും അവരെങ്ങനെ ജീവിക്കുമെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെ ജീവിക്കും അവർ?
ടീച്ചർക്ക് ഒരു ഉത്തരം പറയാനേ സംസ്ഥാന അല്ലല്ല, സർക്കാർ ഇത് സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ കാര്യമല്ല. അത് ഒരു മിനിറ്റ് ഇത് സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ കാര്യമായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് അവർക്ക് അതിന് കൊടുക്കുന്നു എന്ന് പറയുന്നത് സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ടെന്നാണ്. സൗജന്യ റേഷൻ കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഈ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ചർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇത് അങ്ങനെ ഞാൻ ആരുടെയും തലയിൽ സാറ് പറഞ്ഞു ഇപ്പൊ ഫിഷറീസ് വകുപ്പ് സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫിഷറീസ് വകുപ്പ് രൂപീകരിച്ചു, വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പാണ്. പക്ഷേ അതിന്റെ ഒരു കോർപ്പറേറ്റൈസേഷൻ മറ്റൊരു ഭാഗത്ത് നടക്കണം. മറൈൻ വെൽത്ത് കൊള്ളയടിക്കാൻ വേണ്ടി രാജ്യത്തെ കോർപ്പറേറ്റുകളെ അനുവദിക്കുന്ന ബ്ലൂ ഇക്കോണമി നടപ്പിലാക്കാൻ പോകുന്നു. ഞങ്ങളെല്ലാവരും തീരദേശത്തെ MP-മാര് അതിന് മീറ്റിംഗ് കൂടി അതിന് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ മന്ത്രിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യത്തോട് എനിക്ക് മറുപടി രാഷ്ട്രീയപരമായി പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒരു ഭവന പദ്ധതി ഉണ്ടായി. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടി പ്രത്യേകം ഭവന പദ്ധതി ഉണ്ടായിരുന്നു. ആ ഭവന പദ്ധതി ഇന്നില്ല. എല്ലാം ലൈഫിന്റെ കീഴിലാണ്. ഈ ലൈഫിന്റെ കീഴിൽ വരുന്നത് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഷെയർ ഉണ്ട്, പഞ്ചായത്തിലുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട്. പക്ഷെ ആ ഒരു ലൈഫിന്റെ സൈക്കിളിൽ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു മിയർ കോൺട്രിബ്യൂഷനാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് യഥാർത്ഥത്തിൽ അവകാശപ്പെട്ട ഒരു ആനുകൂല്യം അവിടെ നിന്ന് എടുത്തു മാറ്റുകയുണ്ടായത്. പുനഃഗ്രഹം പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? തീരദേശത്തെ ഇപ്പോൾ തീരദേശ റോഡ് ഉണ്ടാക്കുമ്പോൾ അവരെ മാറ്റി 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് ലാറ ആക്ട് UP ഗവൺമെന്റ് കൊണ്ടുവന്നാണ്. ഇപ്പോൾ നമുക്ക് നാഷണൽ ഹൈവേക്കും റെയിൽവേക്കും ഒക്കെ ഇത്രയും ആളുകൾ ഭൂമി പ്രക്ഷോഭമില്ലാതെ വിട്ടുകൊടുക്കാൻ കാരണം പൊന്നും വിലയല്ല ഇപ്പൊ കൊടുക്കുന്നത്, മാർക്കറ്റ് വാല്യൂന്റെ 100% സൊല്യൂഷനാണ്. തീരദേശത്ത് കൊടുക്കുന്നത് ഒരു സെന്റിന് 2 ലക്ഷം രൂപ, വീട് പണിയാൻ വേണ്ടി 4 ലക്ഷം രൂപ, 3 സെന്റ് സ്ഥലം. ആദ്യം എങ്ങനെയായിരുന്നു പറഞ്ഞാൽ നമുക്ക് 10 സെന്റ് ഉണ്ടെങ്കിലും 15 സെന്റ് ഉണ്ടെങ്കിലും 20 സെന്റ് ഉണ്ടെങ്കിലും 3 സെന്റിന്റെ പൈസ കൊടുക്കുള്ളൂ. എടുക്കുന്നത് അത്രയാണ്. അത് നമ്മുടെ എല്ലാം ഇടപെടൽ കൊണ്ട് അത് മാറി. പക്ഷെ 10 ലക്ഷം രൂപ കൊണ്ട് എറണാകുളം ജില്ലയിൽ എവിടെയാണ് നമുക്ക് 3 സെന്റ് സ്ഥലവും വീടും വെക്കാൻ പറ്റും? ഒന്നും പറ്റില്ല. പുനഃഗ്രഹം പദ്ധതി പരിപൂർണമായ പരാജയമാണ്. പുനഃഗ്രഹം പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയല്ല. അത് രാജ്യത്തെമ്പാടും ഒരു ലാറ ആക്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉള്ളപ്പോ അതിന് പണം കൊടുക്കുമ്പോ എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾ മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇവർ എന്ന് പറയുന്നത്. അത് വെറുതെ ഒരു ആരോപണമായിട്ട് പറയുന്നതോ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെതിരെ പറയുന്നതോ അല്ല. അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി എല്ലാ ഗവൺമെന്റും മാറ്റം ഉണ്ടാക്കണം. ചെല്ലാനത്തെ ടെട്രാപോഡിന് വലിയ സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാം അതിനുവേണ്ടി നിലകൊണ്ട ആളാണ്. അതിനെല്ലാം ശരിയാണ്. പക്ഷെ ഇതൊന്നും ശാസ്ത്രീയമായി ഇപ്പൊ ചെല്ലാനത്ത് ടെട്രാപോഡ് ഇട്ടപ്പോ ഏറ്റവും കൂടുതൽ കടൽ കയറുന്നത് ഇപ്പോ അതേ പഞ്ചായത്തിൽ കണ്ണമാലിയിലാണ്. കണ്ണമാലിയിൽ അത് തുടങ്ങിയിട്ടില്ല. വൈപ്പിൻ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. എളകുന്നപ്പുഴ മുതൽ ചെറായി വരെ ഉണ്ട്. അവിടെ ഒരു സ്ഥലത്തും കടൽ ഭിത്തി ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിട്ടില്ല. അവിടെ തുടങ്ങിയിട്ടില്ല, പദ്ധതി ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് തീരദേശം സംരക്ഷിക്കപ്പെടണം, കടൽ ഭിത്തിയും പുലിമുട്ടും ഒക്കെ വേണം. പക്ഷെ അതിന് ശാസ്ത്രീയമായ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ബീച്ച് ഡെവലപ്മെന്റും കണ്ടൽ കാടുകൾ കണ്ടൽ വെച്ച് പിടിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെ ശാസ്ത്രീയമായ ഒരുപാട്. കടൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെ, മത്സ്യത്തൊഴിലാളികളുടെ തന്നെ സംഘടന, വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ ക്യാമ്പയിനായിട്ട് പോകുമ്പോൾ ഇവർ ഉന്നയിക്കുന്നില്ലേ? ചിലപ്പോൾ വളരെ ഇമോഷണൽ ആയിട്ട് വൈകാരികപരമായിട്ടൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ അവിടെയും എനിക്കൊരു പ്രതിഷേധമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ നിങ്ങൾ മാധ്യമക്കാർ പറയണം വൈകാരികമായിട്ട്. മത്സ്യത്തൊഴിലാളികൾ മാത്രമേ വൈകാരികമായിട്ട് പറയാറുള്ളൂ. അല്ല, പോസിറ്റീവായിട്ടല്ല. അല്ലല്ല, ഒരു മിനിറ്റ് അത് പോസിറ്റീവ് അല്ല. നിങ്ങൾ ബ്രാൻഡ് ചെയ്യാണ്. മത്സ്യത്തൊഴിലാളിയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇവര് വൈകാരികമായിട്ട് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞില്ല കേട്ടോ, ചാനല് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പോർട്ട്, അദാനിയുടെ പോർട്ട് വരുന്നു. നല്ല കാര്യമാണ്, തൊഴിൽ കിട്ടും, പോർട്ട് വരുന്നു. അവിടെ 4 വർഷത്തോളം സിമന്റ് ഗോഡൌണിലാണ് മത്സ്യത്തൊഴിലാളികൾ കിടന്നത്. ആ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്ത് ഞാൻ ഏറ്റവും ആദ്യം പാർലമെന്റിൽ ഉന്നയിച്ച വിഷയമാണ്. എന്റെ സ്പീച്ച് ഉണ്ട്.
ആ ആളുകൾക്ക് വേണ്ട പാക്കേജ് കൊടുക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തിയ ആർച്ച് ബിഷപ്പിനെയും യൂജിൻ പെരേര പോലുള്ള അച്ഛന്മാരെയും 3000-ത്തിലധികം കണ്ടാൽ തിരിച്ചറിയുന്ന ആളുകൾക്കെതിരെ സംസ്ഥാന സർക്കാർ കേസ് എടുത്തിരിക്കുക. കലാപ ആഹ്വാനത്തിനാണ് കേസ്. ഇതില് ഒരു കാര്യം അല്ല, ഇതില് നമുക്ക് ഇവര് ഒരു ഇവര് minute, രണ്ടുപേരും ഒരു minute. സംസാരിക്കുകയാണെങ്കിൽ പിന്നെ ഞാനിവിടെ ഇരിക്കണോണ്ട് അല്ലല്ല അങ്ങനെയല്ല അല്ല അത് ടീച്ചറെ തന്നെ അല്ല മറുപടി. എനിക്ക് പറയാനുള്ള ഒരു അവസരം വേണം. കാര്യമുള്ളത്, ഞാനിതിൻ്റെ ഈ മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നത്തിൽ എനിക്ക് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്കൊരു പദ്ധതി വരുമ്പോൾ പദ്ധതി പ്രദേശത്ത് പുനരധിവാസം എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്തുകൊണ്ട് അവലംബിക്കുന്നില്ല? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു അതെനിക്ക് മനസ്സിലായി. ഞാൻ ആ പുനരധിവാസ അല്ല പദ്ധതിയെ കുറിച്ച് പറയട്ടെ, എപ്പോഴും വരുന്ന ഒരു ഞാനൊന്ന് പരാതി. പറഞ്ഞു തീരട്ടെ. ആ. ഞാനിപ്പോൾ ഇത് ചാനൽ ചർച്ചയിലിരിക്കുകയല്ല. ചാനൽ ചർച്ചയിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ പദ്ധതി പ്രദേശത്ത് പുനരധിവാസം തീരദേശത്തിന്റെ ആൾക്കാരെല്ലാം തീരദേശം വിട്ടു പോണേ. ഞാനത് യോജിക്കുന്നു. അല്ല അതിനകത്ത് ഒരു കാര്യമുള്ളത് അത് സത്യമാണ്. അല്ല ഒരു കാര്യം അതുകൊണ്ടാണ് എനിക്ക് അല്ല തോന്നുന്നത് അത് മറ്റു സത്യം എന്നല്ല. ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണ്. കാരണം എനിക്ക് നേരിട്ട അനുഭവമുണ്ട്. നിങ്ങൾക്ക് ദൂരെ നിന്ന് കണ്ട് ക്യാമറയിൽ കൂടി കണ്ട അനുഭവമുള്ളൂ. എനിക്കിത് നേരിട്ട അനുഭവമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ആലപ്പാട്ട് എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയുടെ, ഞാൻ ആലപ്പുഴ മത്സരിച്ചപ്പോഴാണ്. അവിടെ നിന്ന് ആ മത്സ്യത്തൊഴിലാളികളെ മുഴുവനും മാറ്റിയേക്കുന്നത് ക്ലാപ്പനയിലേക്ക് മാറ്റിയേക്കാണ്. അവരെന്നിട്ട് ഇത് മീൻ പിടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വെളുപ്പിന് എഴുന്നേറ്റ് ഇവിടെ വന്നിട്ട് പോകണം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചത് എന്താ അറിയാമോ? എല്ലാ കൊല്ലവും ഈ കടലാക്രമണവും ഈ പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ട് ഇവരെന്തിനാണ് പിന്നെ അവിടെ തന്നെ താമസിക്കണമെന്ന്? അവരെങ്ങനെ ജീവിക്കും? ആ ചോദ്യം പുറത്തുനിന്ന് ഇരിക്കുന്ന ഒരു ചോദ്യം. അല്ല, അവരെങ്ങനെ ജീവിക്കും? അതെന്താ നിങ്ങൾ പറയാത്തത്? അവരെങ്ങനെ ജീവിക്കും? ഈ മാധ്യമങ്ങൾ ബ്രാൻഡ് ചെയ്യുന്ന പരിപാടി, മാധ്യമങ്ങൾ ബ്രാൻഡ് ചെയ്യാണ്. മത്സ്യത്തൊഴിലാളികളാണോ? അവർ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വിഭാഗമാണ്. അല്ല, അവരവരുടെ കാര്യം പറയണം, അവരുടെ ജീവിതം ഞാനതിന് പറയണം. വേറൊരു തരത്തിൽ പറയട്ടെ സർ. എനിക്ക് തോന്നുന്നത് ഇപ്പം വലിയ വിഷയങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും അഗ്രസീവായിട്ടൊക്കെ പ്രതികരണങ്ങൾ വരും. പക്ഷെ ഇത് ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല പറഞ്ഞ അല്ല, ഈ ഇത്രയും കാലമായി അവഗണിക്കപ്പെടുന്ന ഒരു ജനതയാണ് അവര്. ഈ കടലോര പ്രദേശവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവര്, കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവര്, പരമ്പരാഗത വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവര്, അവരെല്ലാവരും കാരണം സാമ്പത്തികമായി വല്ലാതെ ആ ഉപജീവന മാർഗം ആശ്രയിച്ചാണ് അവരുടെ ഓരോ ദിവസവും നിലനിൽപ്പ്. സ്വാഭാവികമായും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതികരിക്കും, എല്ലാ ജനങ്ങളും പ്രതികരിക്കും. പക്ഷെ അതിന് ഇന്ന് കേരളത്തിൽ സംസ്ഥാന അതെ തീർച്ചയായിട്ടും വേണം. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചു കുറേ കാര്യങ്ങൾ. അവരുടെ തൊഴിലിന്റെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കിടപ്പാടം, ഇതിനൊക്കെ ഗവൺമെന്റ് ഫുൾ സപ്പോർട്ട്. ഇപ്പം ഉദാഹരണമായിട്ട് പട്ടേൽ പ്രതിമ 3000 കോടി ചെലവഴിച്ച് അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് 195 കുടുംബങ്ങൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് വീട് താമസത്തിന് ആവശ്യമായിട്ടുള്ള ഫ്ലാറ്റ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെൻറ്. അപ്പോൾ അത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കടലാക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എത്തിക്കുന്ന ഒരു സമീപനം ഗവൺമെൻറ് എടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ സാറിവിടെ സൂചിപ്പിച്ചപ്പോൾ മണ്ണെണ്ണയുടെ വില വലിയ തോതിൽ സബ്സിഡിയൊക്കെ വെട്ടിക്കുറക്കുന്നു. അത് ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കടൽ ആരുടെയാണ്? ഇതൊരു ചോദ്യം ഒരു കാലത്ത് ഉയർന്നതാണ്. ഈ കടലും കടൽ വിഭവങ്ങളും ആ കടൽ തീരവും ഉൾപ്പെടെ പുതിയ സ്വകാര്യവൽക്കരണ സാമ്പത്തിക നയം 91 മുതൽ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി അതൊക്കെ അവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികൾ അന്യവൽക്കരിക്കപ്പെട്ടു. അത് കേരളം ചർച്ച ചെയ്തതാണ്. 91 മുതൽ ആരംഭിച്ച പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ തുടങ്ങി ഇന്ത്യ ഗവൺമെൻറ്, UPA-യുടെ ഗവൺമെൻറ്, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് എല്ലാ മേഖലയിലും പ്രകൃതി വിഭവങ്ങൾ, കടല്, ഇത്ര അല്ലല്ല അങ്ങനെ വന്നപ്പോ ഈ വലിയ പ്രതിസന്ധി ഈ കടലോര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അംഗീകരിക്കപ്പെട്ടതല്ലേ? അപ്പൊ ആ അംഗീകാരത്തിന്റെ ഭാഗമായി അതിന്റെ മെറിറ്റ് കിട്ടിയത് ആർക്കാണ്?
അതിന്റെ മെറിറ്റ് കിട്ടിയത് ആർക്കാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിന്റെ വേറെ ചർച്ച വയ്ക്കുക, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊണ്ടുവരാം. അല്ല 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 അതാണെങ്കിൽ അല്ല ഇത് ഇതിന്റെ കടലോരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് തമിഴ്നാട്ടിൽ തിരുവനന്തപുരത്തിന്റെ തൊട്ടപ്പുറത്തെ കന്യാകുമാരിയിൽ 25 രൂപയ്ക്ക് മണ്ണെണ്ണ കിട്ടും. അതെന്താ അവിടെ കിട്ടുന്നത്? ഇവിടെ എന്താ കിട്ടാത്ത? അത് വലിയ വിഷയമാണ്, സമ്മതിക്കുന്നത്. അല്ല, കാരണം നമ്മളത് അതെന്താ കാര്യം? സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തോണ്ടിരുന്നു മണ്ണെണ്ണ കോട്ട. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മണ്ണെണ്ണയുടെ കോട്ട എവിടെ? കെറോസിൻ കോട്ട എവിടെ? സെൻട്രൽ ഗവൺമെന്റിന്റെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നീല നിറത്തിലുള്ള മണ്ണെണ്ണ ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടോ? നീല നിറത്തിലുള്ള മണ്ണെണ്ണ എവിടെ കിട്ടണേ? മത്സ്യത്തൊഴിലാളികള് ഇപ്പോഴും ഉയർന്ന വില കൊടുത്ത് മണ്ണെണ്ണ വാങ്ങിക്കേണ്ട സ്ഥിതിയുണ്ട്. അതുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ ഇന്ത്യയിൽ ഈ താങ്ങ് കിട്ടേണ്ടവർ, ഒരു സ്കഫോൾഡ് കിട്ടേണ്ട വലിയൊരു വിഭാഗമുണ്ട്. ഈ മത്സ്യമേഖലയിൽ മാത്രമല്ല, എല്ലാ തൊഴിലാളി മേഖലയിലും, പരമ്പരാഗത വ്യവസായം, സാധാരണ തൊഴിലെടുക്കുന്ന ആളുകൾ, കൂലിപ്പണിക്കാർ, ഇവരൊക്കെ പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും ഉപയോഗിച്ചാണ് അവരുടെ ഉപജീവനമാർഗം നിൽക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ പ്രൈവറ്റൈസ് ചെയ്തതിൻ്റെ ഭാഗമായി ജനങ്ങൾ പ്രതിസന്ധിയും നേരിടുന്നുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചു സബ്സിഡി. ആരാ സബ്സിഡി എടുത്തു കളഞ്ഞത്? എല്ലാ തരത്തിലുള്ള സബ്സിഡി, മണ്ണെണ്ണ മാത്രമല്ലല്ലോ. നമുക്ക് എത്രയോ റേഷൻ ഷെയർ ഈ കേരളത്തിൽ കിട്ടിയിരുന്നു. 16 ലക്ഷം മെട്രിക് ടൺ കിട്ടിയിരുന്ന സ്ഥാനത്തത് 14 ലക്ഷം മെട്രിക് ടണ്ണായി കുറഞ്ഞു. അതുപോലെ കിട്ടുന്നതിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് ലേലം വഴി ഓപ്പൺ മാർക്കറ്റിൽ FCI ഗോഡൌണിൽ നിന്ന് വാങ്ങാൻ ശ്രമിച്ചിട്ട് അത് തരില്ല എന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ ഗവൺമെന്റിനുള്ള ഒരു ജനങ്ങളെ മത്സ്യത്തൊഴിലാളികളെ ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോ എന്നുള്ളൊരു ആ ഒരു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ആവശ്യത്തിലേക്ക് കിടന്നത്. അപ്പൊ അതുമായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് ലത്തീൻ സമുദായം, ഈ പറഞ്ഞ പോലെ ലത്തീൻ സഭയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ വിഷയങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നടന്ന വിഷയങ്ങളൊക്കെയാണ്. അതിന്റെ പിന്നിൽ പല സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഒരു വിഷയം വന്നാൽ ഒരു വിഷയം വന്നാൽ അതൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾ ബിഷപ്പും അച്ഛന്മാരും ഒന്നും അല്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്ത് ലത്തീൻ സഭ സമരം നടത്തി. അവര് നടത്തിയതെന്ന് പറഞ്ഞാൽ അവരുടെ ജീവനും അതൊക്കെ മനസ്സിലായി. ഗവൺമെന്റ് വളരെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന ഗവൺമെന്റ് ചില ആൾക്കാർ ഇടപെട്ടിട്ട് കേസ് പിൻവലിക്കുന്നു. ഈ ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സമരത്തില് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രാഷ്ട്രീയം നടത്തുന്ന ആൾക്കാരാണ്. വിദ്യാർത്ഥി സമരത്തില് കേസ് ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. നമ്മളൊരു പൊതുസമ്മേളന കോർപ്പറേഷന്റെ ഫ്രണ്ടിൽ നടത്തിയാലും വഴി തടസ്സപ്പെടുത്തുന്ന കേസ്. ഈ കേസ് പിൻവലിക്കണം എങ്ങനെയാണെന്നറിയാം? വലിയ നടപടിക്രമം പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അപേക്ഷ കൊടുക്കും. ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഹോം ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ മുഖ്യമന്ത്രിയാണല്ലോ, അവിടെ നിന്ന് അത് ഏറ്റവും താഴെ ലോക്കൽ സ്റ്റേഷൻ വരെ വരണം. തിരിച്ച് ഇതേ പ്രോസസ് തരണം. എന്നിട്ട് ഗവൺമെന്റ് ഓർഡർ ഇറക്കണം. ഇതിനു മുമ്പ് പറയണം കേസ് എല്ലാം ഒത്തുതീർന്നു എന്ന്. നിങ്ങൾ ഗൂഗിളില് ഈ ക്രൈം റെക്കോർഡ്സ് ഫയല് നോക്കിയിട്ട് അല്ല, ഇനി അത് മാത്രമല്ല, അങ്ങനെ ചെന്നാലും പറ്റില്ല. കോടതി അംഗീകരിക്കുകയും കൂടി വേണം. കോടതി അംഗീകരിക്കും. ഇത് കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കണ എന്താന്ന് വെച്ചാല് ഒറ്റ ഓർഡറിലെ കേസ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് 253 ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഞാൻ. ഒരേ സമയം ഞാൻ 4 സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ട്. ഒരേ സമയം 4 സ്ഥലത്ത്. എനിക്ക് അതിനെക്കുറിച്ച് വളരെ മതിപ്പ് തോന്നിയൊരു സന്ദർഭമാണ്. 4 ഇത്. അത് കാരണം എന്ന് വെച്ചാല് അന്ന് അവിടെ ഇരുന്ന ചീഫ് ജസ്റ്റിസ് മണികുമാർ പറഞ്ഞ് ഇതിനകത്ത് ബന്ധപ്പെട്ട എല്ലാവർക്കെതിരെയും എല്ലാ കേസും എടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് പോലീസ് എന്താണ് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ രീതിയിൽ ഉടൻ തന്നെ ബെഹ്റ അന്ന് അവിടെ ഇരുന്നുകൊണ്ട് ബെഹ്റ അവിടെ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പൊ കേസെടുത്ത് ഈ കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഈ പിൻവലിക്കലെല്ലാം തീരണം എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാലോ തീരില്ല. ഞാനിപ്പോ ലത്തീൻ സഭയുടെ ഒരു വിഷയത്തിന് അപ്പൊ അതുകൊണ്ട് കേസ് പിൻവലിച്ചു എന്ന് മന്ത്രി പറഞ്ഞാൽ നിങ്ങൾ ധരിക്കുന്ന രീതിയിൽ കേസ് ഇല്ലാതെ ആയിട്ടില്ല. സാറേ സംസാരിക്കുന്നിടക്ക് ഇതൊന്നും എടുത്തു തരാം. ഞാൻ ഈ ചോദിക്കുന്നത് ലത്തീൻ സഭ വളരെ നിർണായകമാണ് വോട്ടുകൾ. അത് 3 കാൻഡിഡേറ്റ്സിന് കൃത്യമായിട്ട് എനിക്ക് 3 പേരോടും ഓരോരോ ടൈപ്പാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ കൂടെ എല്ലാ കാലത്തും നിന്ന ഒരു ചരിത്രമുള്ള കമ്മ്യൂണിറ്റിയാണ് എറണാകുളത്ത്. അത് ടീച്ചർക്ക് അതൊരു തിരിച്ചടിയാവുന്നുള്ളൊരു തോന്നലുണ്ടോ? ഒരിക്കലുമില്ല.
എന്നുവെച്ചാൽ കാലത്തിനനുസരിച്ച് എന്ത് നിലപാടെടുക്കണം എന്ന് എല്ലാ സമുദായവും, ലത്തീൻ സഭ മാത്രമല്ല എല്ലാ സമുദായവും കേരളത്തിൽ നോക്കൂ. കേരളത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന്, ഭരണത്തിലിരുന്നൊരു ഗവൺമെൻറ്റിന് കൂടുതൽ സീറ്റ് അല്ല പറയട്ടെ, ഇതിലും വലിയ അസ്വാരസ്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് നിങ്ങൾ എന്തെല്ലാം കാണിച്ചു കൂട്ടി, പലതരത്തിൽ മതവികാരം വ്രണപ്പെടുത്താൻ പല കസർത്തും നിങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടി. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയി നിങ്ങൾ അതിനെ ഉപയോഗിച്ചു, മതത്തെയും സമുദായത്തെയും ഉപയോഗിച്ചു. എന്നിട്ട് പോലും ജനങ്ങൾ അതിനെ തിരസ്കരിച്ചു, കൂടുതൽ സീറ്റോടുകൂടി. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒരു കാലത്ത് പലതുകൊണ്ടും തെറ്റിദ്ധാരണ പരത്തി ഒരു രാഷ്ട്രീയത്തിനെതിരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് എന്ത് ചെയ്യുന്നു, എന്ത് നിലപാടെടുക്കുന്നു, സംസാരമല്ല അല്ലല്ല അപർണ, സംസാരമല്ല സംസാരം. അതെ, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അവര് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും എന്താണ് ചെയ്യുന്നതെന്ന്, പ്രസംഗമല്ലല്ലോ, എന്ത് ചെയ്യുന്നു, അവരെന്താ ചെയ്യുന്നത്. ഞാൻ പ്രസംഗിക്കൽ മാത്രമല്ല, എന്താ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരിക്കലും പറയാണ്ടില്ല. അല്ല, കാലം മാറുന്നതിനനുസരിച്ച് ഒരാളെ എപ്പോഴും പറ്റിക്കാൻ പറ്റില്ലല്ലോ, അവര് മനസ്സിലാക്കും. അല്ല പക്ഷെ കേരളത്തിൽ മൊത്തത്തില് BJPയുടെ ഒരു ഇൻഫ്ലുവൻസ്, അവര് നടത്തുന്ന ചർച്ചകള്, ഞാൻ സാറിലേക്ക് വരാം അതിനു മുമ്പ്, ആ ചർച്ചകളിൽ പലയിടത്തും കൊഴിഞ്ഞുപോക്ക്, ഈ സഭയുടെ ഭാഗത്ത് പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും ഒക്കെ പല രീതിയിലുള്ള നിലപാടുകൾ പല സഭകളും വൈദികന്മാരൊക്കെ എടുത്തൊരു സാഹചര്യമുണ്ട്. അപ്പോഴും ഒരു ആത്മവിശ്വാസം, ആ ഒരു ആത്മവിശ്വാസം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സഭയുടെയോ ഒരു കമ്മ്യൂണിറ്റിയുടെയോ കാര്യമല്ല. അല്ല ഞാൻ ചോദിക്കുന്നത്, പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന ജനങ്ങൾ ഇന്ന്, ഞാനൊരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട് ആണ് നേരത്തെ പറഞ്ഞത്. മത്സ്യത്തൊഴിലാളികളുടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ വിഴിഞ്ഞം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ചർച്ച നമ്മുടെ ഡിന്നർ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊരു സഭയുമായി ബന്ധപ്പെട്ടല്ല, ഹ്യൂമാനിറ്റേറിയൻ നിലപാടുകളാണ്, മാനുഷികപരമായ ഇടപെടൽ വേണ്ട സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റീസും അവര് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും പ്രതിഫലിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഈ 31st കഴിഞ്ഞതിന് ശേഷം എന്താ എന്റെ സ്ഥിതി? എല്ലാ കാര്യങ്ങളും വർദ്ധിപ്പിച്ചില്ല, എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഹൗസ് പെർമിറ്റ് മുതൽ ഓട്ടോറിക്ഷ പെർമിറ്റ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കൂട്ടി, നികുതികൾ കൂട്ടി. ഇതെല്ലാം സാധാരണക്കാരന്റെ മേലിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർ പ്രതികരിക്കാതിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. അല്ല, അത് ഇടതുപക്ഷം ആലോചിക്കണം. ഞാൻ പക്ഷെ പറയുന്നത് വേറൊരു പോയിന്റ്. ഇപ്പൊ വിഴിഞ്ഞം പറഞ്ഞു, വിഴിഞ്ഞം അവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഒരു ബെൽറ്റായിരുന്ന സ്ഥലമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞം തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് BJP കാൻഡിഡേറ്റും അവിടെ പ്രധാന ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇടതുപക്ഷത്തെ കൂടിയല്ല ചോദിക്കുന്നത്, BJP ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ നടക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഈ രാജ്യത്തിന്റെ സെക്യുലർ ഫാബ്രിക് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. നമ്മൾ സംസ്ഥാന രാഷ്ട്രീയം പറയുമ്പോൾ ഒരു ഭരണകൂട ഭീകരതക്കെതിരെ മൈനോറിറ്റീസ് ചിന്തിക്കാനുള്ള സമയമാണ്. അവരെല്ലാം ഒരുമിച്ച് അതിനെതിരെ വളരെ ശക്തമായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കൊന്ന് പറയാനുള്ളൊരു അവസരം തരും. രണ്ടുപേരും ടീച്ചറുമാണ് നിങ്ങൾ രണ്ടുപേരും, ഒരു മുതിർന്ന നിങ്ങൾ രണ്ടുപേരും അതല്ല രസം. ഞാൻ അതാ ഞാൻ പറയാൻ പോയത്. ഞങ്ങൾ ഇവിടെ രണ്ടുപേരും ഇരിക്കുന്നു, സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അല്ല നോക്കൂ, അല്ല ഈ സാറിന് ഭക്ഷണം എടുത്തു കൊടുക്കാനും പറയുന്നുണ്ട്. സാറ് പറയുന്നതിന്റെ ഇടയിൽ ഭക്ഷണം എടുത്തു കൊടുക്കാനോ? സാറും ഹൈബിയും കൂടി അറിയാമോ, എന്നെ ഭക്ഷണം കഴിപ്പിച്ചുണ്ടാകും. ബിരിയാണി കഴിച്ചോണ്ടാണ് അല്ല അല്ല ഞാൻ അല്ല ഇതിനകത്ത് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ സെക്കുലർ ഫാബ്രിക് ഇല്ലാതെയായി എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. യാഥാർത്ഥ്യവുമായിട്ട് അതിന് ബന്ധമില്ല. കാരണം ഒരു ഗവൺമെൻറ് നടത്തുന്ന കാര്യങ്ങളിൽ ആ ഗവൺമെൻറ്റിൻ്റെ ബെനിഫിഷ്യറീസിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അല്ല അത് പറയുമ്പോൾ അല്ല അത് മണിപ്പൂരിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇന്നലെയും ഞാൻ പറഞ്ഞു,
ഇന്നലെ വേറൊരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, അത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ഗോത്രവർഗ്ഗങ്ങളുടെ സംഘർഷത്തിന് എളുപ്പമായ പരിഹാരം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോദി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വെൽഫെയർ മെഷേഴ്സിൻ്റെ ഗുണഭോക്താക്കളിൽ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഞങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന സ്ഥലവും മലപ്പുറം ജില്ലയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനെ ആ കാര്യത്തിലില്ല. നമ്പർ 1. നമ്പർ 2, ഇവർ പ്രചരിപ്പിക്കുന്ന ഏത് സെക്കുലർ ഫാബ്രിക്കും ഏത് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടുമാണ് ഇല്ലാതെയായിട്ടുള്ളത്? ഒന്ന് കേൾക്കട്ടെ, കേരളത്തിൽ എവിടെയാണ്? ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി എൻ ബ്ലോക്കായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്നുള്ള തിയറി വിശ്വസിക്കുന്ന ഒരാളല്ല. അങ്ങനെ ഒരു തിയറി ഇല്ല. എല്ലാ കമ്മ്യൂണിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവരവരുടെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള വോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തുടങ്ങി ഇന്ന് വരെയുള്ള കാര്യങ്ങളിൽ ജാതി മത ശക്തികളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അത്തരം കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും കാണും. അല്ലാതെ ഇതിന് മുൻപ് വളരെ ഭയങ്കര സെക്കുലറായിട്ട് 57-ലെ തെരഞ്ഞെടുപ്പ് സെക്കുലർ ആയിരുന്നു. സഭ ഒരിക്കലും മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ എറണാകുളത്ത് സഭയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും BJP അനുകൂല നിലപാടുകൾ വന്നിട്ടില്ല. മറ്റു പലയിടത്തും വരികയും അത് ഞാൻ ഒരു കാര്യം ചോദിക്കും, അങ്ങനെ ഒരു നിലപാട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല, നമുക്ക് വാർത്തകളിലൂടെ ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സത്യദീപത്തിലൊക്കെ വിമർശിച്ചിട്ടുണ്ട്. അല്ല, വിമർശനം സ്വാഭാവികമല്ലേ. കോൺഗ്രസിന് വിമർശിക്കാറില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കാറില്ലേ? രാഷ്ട്രീയ പാർട്ടികളെ മതസംഘടനകൾ വിമർശിക്കും, സ്വാഭാവികമാണ്. അല്ല, രാഷ്ട്രീയ അല്ല, അത് നിങ്ങളുടെ ഒരു ധാരണയോ ആണ്. അതാണെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അതേ ലത്തീൻ സമുദായം വോട്ട് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് ഷൈനിക്ക് വോട്ട് ചെയ്തുകൂടാ? നിങ്ങളുടെ തിയറി അനുസരിച്ച് തന്നെ ഞാനത് പറയുന്നില്ല. ഞാനത് പറയുന്നേ ഇല്ല. അത് കോൺഗ്രസിന് കിട്ടും എന്നുള്ള ഒരു തിയറി വന്നു കഴിഞ്ഞാൽ ഷൈനിക്കും കിട്ടാം, എനിക്കും കിട്ടാം. തിയറി പ്രകാരം അവർക്കേ കിട്ടുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, സാറ് പറഞ്ഞ അവസാനം പറഞ്ഞ നിലപാടിനോട് യോജിക്കുകയാണ്. കാരണം ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു സമുദായം അല്ലെങ്കിൽ ഒരു പൊതുവെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. അതിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകമായ ഒരു സാമൂഹ്യമായ പശ്ചാത്തലം, അതിൻ്റെ ഒരു കണ്ടന്റിലുള്ള വെറൈറ്റി അതൊക്കെയുണ്ട്. കേരളത്തിലും അതുപോലെയുണ്ട്. അപ്പോൾ അതിൽ ജനാധിപത്യം സംരക്ഷിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് അജണ്ട എന്ന് പറയുന്നത് ജനാധിപത്യ സംരക്ഷണം, മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുക. നമ്മളുടെ സെക്യുലറിസത്തിന് വലിയ വ്യത്യാസമുണ്ട്. യൂറോപ്യൻ സെക്യുലറിസ്റ്റ് ആശയമല്ല, അതിനേക്കാൾ കുറേ കൂടി വ്യാപകമായ രീതിയിൽ ഇൻക്ലൂസീവായി എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളൊരിത്. ജനാധിപത്യത്തെക്കുറിച്ചും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഭരണഘടനയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഐഡിയ കുറേ കൂടി വൈഡാണ്, വിശാലമാണ്. ഒരു പക്ഷേ ഇപ്പോൾ എബ്രഹാം ലിങ്കൻ്റെയൊക്കെ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്. പക്ഷെ നമ്മുടേതിൽ വ്യത്യസ്തനായിരിക്കുമ്പോൾ തന്നെ വേട്ടയാടപ്പെടാതിരിക്കാനും കൂടിയുള്ള അവകാശമാണ് ജനാധിപത്യത്തെ, ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച്. പക്ഷേ നിലവിൽ വലിയ തോതിൽ അത് അറ്റാക്ക് ചെയ്യപ്പെടുന്നു. ആ ഒരു ഡെമോക്രാറ്റിക്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ വൈദികർ BJP അനുകൂല നിലപാടുകൾ എടുത്തുള്ള പ്രസ്താവനകൾ, കൂടിക്കാഴ്ചകൾ നടത്തുന്നത്, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അതെ അതെ. അല്ല അപർണ, ഞാൻ പറയുന്നത് നമുക്ക് ഒരാളെടുക്കുന്ന ഒരു നിലപാടിനെ കുറിച്ച് എനിക്കതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് 3 പേർക്ക് 3 തരത്തിൽ വ്യാഖ്യാനിക്കാം. അപർണയ്ക്ക് ഇപ്പോൾ അപർണയുടെ തലത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ ജനങ്ങൾ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ വലിയ ഭയാശങ്കയിലാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ എല്ലാ മനുഷ്യരും ഒരു കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സമൂഹം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് മനുഷ്യൻ എന്നുള്ള ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റാണ് നമ്മൾ ആധുനിക ജനാധിപത്യ സമൂഹം ഉയർത്തിപ്പിടിക്കുന്നത്. അതിൽ
ഒരു അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്കകത്ത് എല്ലാ മനുഷ്യർക്കും പ്രശ്നമാണ്. അപ്പോൾ സമൂഹത്തിൽ സ്വസ്ഥതയും സമാധാനവും നിർഭയമായി ജീവിക്കാനുള്ള, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം രാജ്യത്തുണ്ടാവണം. ആ സാഹചര്യം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു വലിയ തോതിൽ. ഇപ്പോൾ മണിപ്പൂർ സംഭവം സാറിവിടെ സൂചിപ്പിച്ചു, എത്രയോ ദിവസം നിന്ന് മണിപ്പൂർ കത്തി, സ്ത്രീകൾ ബ്ലഡ് ഒലിച്ചിറങ്ങുന്ന സ്ത്രീകൾ, അവരെ രക്ഷിക്കാൻ ആരുമില്ല. എല്ലാ പവറും കയ്യിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിലാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇടപെടും. പക്ഷെ അതിന് ആ ഇടയ്ക്ക് ഒരു കമാന്നൊരു അക്ഷരം പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അതെ, അപ്പൊ അത്തരം എവിടെ ഉണ്ടായെന്നാണ്. അതെ അതെ, അതുപോലെ തന്നെ മാംസം കഴിക്കുന്നതിന്റെ പേരിൽ വ്യത്യസ്തമായ ഇതിനൊക്കെ ഞാൻ മറുപടി പറയും. സാറ് സൂചിപ്പിച്ചോണ്ട് അപ്പൊ ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. നേരിടുന്നു. ആ പ്രയാസത്തിനകത്ത് ജനങ്ങൾ മറുപടി പറയും എന്ന് ചോദിച്ച് ജനങ്ങളോട് എനിക്ക് പെട്ടെന്ന് പക്ഷെ എംപിയോട് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, ഞങ്ങളുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ ഗുണ്ടകളുടെ എണ്ണം കൂടുന്നു, സിറ്റിയിൽ ക്രൈം റേറ്റ് കൂടുന്നു എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. കൊച്ചിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു കാര്യം കൂടെ അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് വാർത്തയൊക്കെ ചെയ്തതാണ്. കൊച്ചി ഒരു മെട്രോ നഗരം എന്ന പേരിൽ ഒരു പബ്ബ് കൾച്ചർ വരുന്നു, അത് യുവാക്കളെ നല്ലതാണ്. പക്ഷെ അതടക്കം ഒരു ക്രൈം റേറ്റ് കൂടുന്നു എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? അതായത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഈ സിറ്റിയുടെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ ഒരുപാട് പേര് കേട്ട ക്രൈംസിൽ ഇടം പിടിച്ചിരുന്ന പേരുകളുണ്ട്. ഇപ്പോൾ കുറെ നാളായിട്ട് അങ്ങനെ വലിയ ആക്റ്റീവ് അല്ലാത്ത ഗ്രൂപ്പ്സ്, ഈ ഡ്രഗ് മാഫിയ, മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം, അതിൻ്റെ ഒരു വ്യാപനം, അതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്, എല്ലാം നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ലോ എൻഫോഴ്സ്മെന്റ് ഇതിന്റെ ഇടയിൽ സംഭവിച്ചൊരു പ്രത്യേകത എന്ന് പറയുന്നത് IG റാങ്കിലുള്ള ഓഫീസറാണ് ഈ പോലീസ് കമ്മീഷണറേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഞാൻ തന്നെ അസംബ്ലിയിൽ ആദ്യം ഉന്നയിച്ചൊരു വിഷയമാണ്. അപ്പൊ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് എറണാകുളത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോലീസ് സേന ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ടോമിനെ പോലുള്ള ആളുകൾക്കെതിരെ വലിയ തോതിലുള്ള വധഭീഷണി ചാനലിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും വാർത്താ മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിപ്പിക്കാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അവയർനെസ് സൃഷ്ടിക്കുന്ന ആളുകൾക്ക് പോലും ജീവന ആശങ്ക ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ നൽകുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ലോ എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി പോലീസ് ആ വിഷയങ്ങളിൽ ഇടപെടണം. ഞങ്ങളാരും ഒരു പക്ഷത്തിനെയും വിമർശിക്കാനൊന്നുമല്ല, വളരെ സ്ട്രോങ് ആയിട്ട് ലോ എൻഫോഴ്സ് ചെയ്യണം. കൊച്ചിയെ സംബന്ധിച്ചില്ലേ, പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് ആൾക്കാരും ഫാമിലി ഓഡിയൻസ് ഇത് കേൾക്കുന്ന മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും മനുഷ്യർക്ക് ഈ സ്വസ്ഥതയും സേഫ്റ്റിയും സെക്യൂർ ഫീലിങ്ങും വേണം. അപ്പോൾ അതിന് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, ഇന്ത്യയിൽ ഏറ്റവും സമാധാനപരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ സംസ്ഥാനങ്ങളുടെ സാമൂഹ്യ അന്തരീക്ഷം വിലയിരുത്തി പറഞ്ഞിട്ടുള്ളത് നമ്പർ 1 കേരളത്തിലാണ്. പക്ഷേ പോരായ്മയുണ്ട്, ഇനിയും നമ്മൾ കുറേ കൂടി മുന്നേറേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ വന്നു, ആ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് സ്വീകരിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അല്ല, പിന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അനുസരിച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ട അല്ലല്ല അത് പറയട്ടെ, എവിടെയാണെങ്കിലും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ കേരളത്തിൻ്റെ നമ്പർ ഉണ്ട്. കാരണം ഇവിടെ ഓരോ സംഭവം നടന്നാലും പോലീസ് സ്റ്റേഷനിൽ റീച്ചബിൾ ആണ്. അപ്പോൾ പോലീസ് റീച്ചബിൾ ആണ് ജനങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാ ക്രൈമും റെക്കോർഡ് ചെയ്യപ്പെടുന്നു. മറ്റത് അങ്ങനെയല്ല, കൊല ചെയ്യപ്പെട്ടാൽ പോലും എന്നെ ഇയാള് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും എടുക്കുന്നില്ല. ഇപ്പോ ബിൽക്കിസ് ബാനു കേസിൽ നമ്മൾ കണ്ടു ഗുജറാത്തിൽ. വിമർശനം ഈ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും അല്ല ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ 100% ആരും ഇതല്ല. ഇവിടെ ജനങ്ങൾക്ക് കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രശ്നമുള്ളതെന്താണെന്ന് ഹൈബി പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുകയാണ്. ഈ ക്രൈമിനും ക്രിമിനൽസിനും ഒരേ മനോഭാവമാണുള്ളത്, ഒരേ രീതിയാണ്. അതിനെ കർശനമായി നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ് നേരിടണം, കർശനമായിട്ട്. അതിൽ മറ്റാരുടെയെങ്കിലും സ്വാധീനം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല.
ഞാൻ ഇപ്പോൾ നടക്കുന്ന ഈ സമരത്തിൽ പോലീസിൻ്റെ മെക്കിട്ട് കയറുന്ന സമരങ്ങൾക്ക് ഞാൻ എതിരാണ് വ്യക്തിപരമായിട്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവരൊരു ജോലി ചെയ്യാൻ വന്ന് നിൽക്കുന്നവരാണ്. അവർ അതിന് അതിക്രമം കാണിക്കുമ്പോഴാണ് അവരെ എതിർക്കേണ്ടത്. അല്ലാതെ അവരെ പിടിച്ച് ഇങ്ങനെ തള്ളിയും പിടിച്ചു പോകുന്നൊരു സമരം ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റാണ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ ബൈ ഫോഴ്സ് ജനം പോയിട്ട് വിമോചിപ്പിക്കുന്നത്. അവിടെയൊക്കെ നിയമം വാഴ്ച ഇല്ലാതെയാകും. ഒരു ആളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന തെറ്റായ കാര്യത്തിന്റെ പേരിലാകാം. ഞാൻ ഈ പറഞ്ഞത് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഞാനിതിന്റെ രാഷ്ട്രീയമല്ല, അല്ല രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ, എല്ലാ രാഷ്ട്രീയക്കാരൻ നിങ്ങൾക്ക് എന്തും പറയാം. പറയട്ടെ രാഷ്ട്രീയക്കാരൻ നിങ്ങൾക്ക് എന്തും പറയാം. അഭിഭാഷകർ അത് ചെയ്തില്ലേ? അവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? ജേർണലിസ്റ്റുകൾ ചെയ്തില്ലേ? അവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? അത് ആരായിരുന്നാലും അത് ചെയ്യാൻ പാടില്ല. എല്ലാ കുറ്റവും രാഷ്ട്രീയക്കാരെ പറയുകയും രാഷ്ട്രീയക്കാരെ അതിനോട് വളരെ സോഫ്റ്റായി പ്രതികരിക്കുകയും ചെയ്യും. ആ സമയത്ത് തിരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രതികരണം വളരെ രൂക്ഷമായിരിക്കും എന്ന് എനിക്കറിയാം. റെക്കോർഡിലൊരു കാര്യം അതെനിക്ക് മൂന്നുപേരോടും ചോദിക്കാം. ഇങ്ങനൊരു വാർത്ത വന്ന സമയത്ത് അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തിൽ ആളെ ഇറക്കാൻ രാഷ്ട്രീയക്കാര് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഗുണ്ടാ ടീംസിനെയാണ് എന്നുള്ളൊരു വെളിപ്പെടുത്തലൊക്കെ ആ സമയത്ത് വന്നിരുന്നു. അതിനോട് അത് കൊച്ചിയിൽ നമ്മൾ ആ സമയത്ത് ഇപ്പൊ ഈ വന്ന റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ അങ്ങനെയുണ്ടോ? ഇപ്പൊ കൊറേ നമ്മുടെ ഗുണ്ടാ സെറ്റുകൾ കൂടുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണതല്ലേ? ഫാബ്രിക്കേറ്റ് ഒരു മിനിറ്റ് പൊതുവെ എറണാകുളത്തിന്റെ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് വൺ. അത് വളരെ മലബാറിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്. കണ്ണൂർ ബൂത്ത് ക്യാപ്ചറിംഗ് പോലെയൊന്നും ഇവിടെ ബൂത്ത് ക്യാപ്ചറിങ്ങിന് പുറത്തുനിന്ന് ആളുകൾ വന്ന് ബൂത്ത് ക്യാപ്ചറിംഗ് രാഷ്ട്രീയത്തിൽ മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്, LP കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൽ എന്തെങ്കിലും വളരെ കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കണം. കൃത്യമായിട്ട് നിങ്ങൾ പറയൂ, നടപടി എടുക്കണം. അതിന് നടപടി എടുക്കണം. ഒരു കാര്യമുണ്ട്, ബൂത്ത് ക്യാപ്ചറിംഗ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അടുത്തുള്ള തെളിവ്? ഫാക്ട്സ് എന്താണ്? ഒരു കാര്യം എന്താന്ന് മാധ്യമങ്ങൾ പലപ്പോഴും ചില കാര്യങ്ങൾ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന രീതിയിലല്ല എറണാകുളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രം. അത് എറണാകുളത്തിന്റെ രാഷ്ട്രീയത്തില് എല്ലാവരും കൂടി ഒരുമിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം പുല്ലേപ്പള്ളി പോയിട്ട് പുട്ട് ഹൗസിൽ നിന്ന് ഒരുമിച്ചിരുന്ന് ചായയും കഴിച്ച് തമാശയും പറഞ്ഞു പോകുന്ന ഒരു കൾച്ചർ എറണാകുളത്തുണ്ട്. അത് അങ്ങനെ അത്തരത്തിലുള്ള ഞങ്ങൾ എല്ലാവരും മറുപടി പറഞ്ഞു. അപർണ, നിങ്ങളെ മമ്മൂട്ടി അഭിനയിച്ച ഉണ്ടാന്നുള്ളൊരു സിനിമ കണ്ടോ? ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നീതിയുക്തമായി ജനാധിപത്യ പ്രോസസ് നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? ആ സിനിമ ഞാൻ എറണാകുളത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞു. അത് പരിശോധിക്കപ്പെടണം. സാറ് പറഞ്ഞ പോലെ പോസ്റ്റർ കൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് പോകും. അവർ കൊടുക്കുന്ന പരാതിയിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം. ഇനി ഗുണ്ടകൾ തന്നെ വേണമെന്നില്ലല്ലോ. ഇലക്ട്രോണിക് മെഷീനിൽ, വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം കാണിക്കുന്ന എത്രയോ വാർത്തകൾ നാട്ടിൽ വരുന്നു. അപ്പൊ നിങ്ങൾ എന്തേ അത് പറയാത്ത? ഇപ്പൊ അപർണ പറഞ്ഞത് അപ്പൊ അതാണ് ബംഗാളിൽ ഇലക്ട്രോണിക് മെഷീൻ കൊണ്ടാണ് ടീച്ചർ പറയണേ. എനിക്കതിലൊരു അങ്ങനെയല്ല. എറണാകുളത്ത് അങ്ങനെ എറണാകുളത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു എറണാകുളത്തിന്റെ മാത്രമല്ല ബൂത്ത് ക്യാപ്ചർ എറണാകുളത്തിന്റെ മലബാറിലുണ്ട്. നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക. കണ്ണൂരും കോഴിക്കോട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അല്ല, ഒരു കാര്യമുണ്ട്,
ഇവർക്ക് രണ്ടുപേർക്കില്ലാത്തൊരു അനുഭവം എനിക്കുണ്ട്. ഞാൻ 80s തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ അധ്യാപകനായിരുന്നപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അവിടെ എന്താ സംഭവിച്ചത്. ഞാൻ പ്രിസൈഡിങ് ഓഫീസറായിരുന്നു. എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയാം. ആത്മഹത്യ എഴുതുമ്പോൾ അത് എഴുതാലോ എന്ന് കരുതി മാറ്റി വെച്ചാൽ കൂടുതൽ ഉഷാറായിട്ട് എഴുതാൻ പറ്റും വടക്കേരിയിലോട്ട് ചെന്നാല് ബൂത്ത് പിടിച്ച്. MP ജോസഫ് IAS എന്ന് പറയുന്ന നമ്മുടെ എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത MP ജോസഫ് IAS അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ കാസർഗോഡ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ആദ്യമായിട്ടുള്ള 2-3 വർഷം മുമ്പുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അനുഭവക്കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബൂത്ത് ഏജന്റുമാര് നായ്ക്കരണം കൂടി വിതരണം ചെയ്ത് ഓടിച്ചിട്ടതും മേടിച്ചതും. അല്ല, ഈ കള്ളവോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഗോകുലത്തിൽ ജനിച്ച ഒരാളാണ്. എന്റെ ഗ്രാമത്തില് ആ ഗ്രാമത്തിൽ എന്തോ അല്ല ആ ഗ്രാമത്തിൽ ഞാൻ പറയുന്നു കോൺഗ്രസ്സുകാരനായിട്ടുള്ളവരാണ്. എന്റെ ചെറുപ്പത്തിലാണ് കേട്ടോ. പുള്ളി കള്ളോട്ട് ചെയ്തിട്ട് പിടിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് അതൊക്കെ അപ്പൊ ഞാനത് സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള മാൽ പ്രാക്ടീസ് വോട്ടിങ്ങിൽ ഉണ്ടായാൽ അത് നിയമപരമായി അല്ല, ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി നീതിയുക്തമായി വോട്ടിംഗ് നടക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യയിൽ. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും കമ്പയർ ചെയ്താണല്ലോ സംസാരിക്കുന്നത്. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ പോലും രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ അല്ല, ഇതൊക്കെ നിർണ്ണയിക്കുന്നത് എല്ലാവരും പിന്തുടരുക. എന്താ കാര്യം എന്ന് വെച്ചാല് ഈ ചർച്ചകളൊക്കെ നടക്കുന്ന എല്ലാ ഐറ്റത്തോടും നീതി പുലർത്തി, തീർച്ചയായിട്ടും എല്ലാ കാര്യത്തോടും നീതി പുലർത്താൻ എന്തൊരു പോളിസി. ഞങ്ങൾക്ക് ഒരുപാട് നന്ദി. താങ്ക് യു.